അജേഷൻ രണ്ടെണ്ണം അടിച്ചിട്ട് സംസാരിക്കാൻ തന്നെ തുടങ്ങുള്ളൂ. അജേഷ് അങ്ങനെയാണ്. അജേഷ് ആഘോഷം വേറൊരു തരത്തിലൊക്കെ. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കള്ളടിച്ചിട്ടാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. അടിച്ച് ഫിറ്റ് ആയിക്കുമ്പോഴാണ് പറയുന്നത് രാവിലെ എനിക്ക് എഴുന്നേറ്റ് ചെട്ടിപ്പുറത്ത് ഓടണമെന്ന്. കറക്റ്റ് എഴുന്നേറ്റ് അജേഷോട് അലാം വെച്ച് എഴുന്നേറ്റ് ഓടാൻ വേണ്ടി പോയി. പണ്ടൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ആരും കാണുന്നില്ല, നിങ്ങളിത് ഷൂട്ട് ചെയ്ത് പുറത്തോളൂ. വ്യത്യാസം അജേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ രണ്ടെണ്ണം അടിക്കുക എന്ന് പറയുന്നത് അജേഷിന് ഒരു ആവേശമാണ്, ആഘോഷമാണ്. അത് ബുക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള ക്യാരക്ടറിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അടിച്ചിട്ട് അജേഷ് സംസാരിക്കാൻ തുടങ്ങുള്ളൂ. എത്രയും റിസ്കിലാണ്. എത്ര റിസ്കിൽ വെക്കുമ്പോ ആ റിസ്ക് എന്ന് പറയാം. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ കള്ളടിച്ചിട്ടാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാലോ. പുള്ളിയുടെ സ്റ്റൈൽ എങ്ങനെയാ? ഇത് അവിടെ മാത്രമല്ല, പലയിടത്തും പുള്ളി അങ്ങനെ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് 8 മണിക്ക് എണീച്ചല്ലേ? 8 മണിക്ക് എണീറ്റ് ഓടണം. പുള്ളിയുടെ ഒരു ആചാരം അങ്ങനെയാണ്. ആഘോഷത്തിന്റെ പല പല ടൈപ്പ് ഉണ്ടല്ലോ. പുള്ളി ഒറ്റയ്ക്കാ വന്നത്, പക്ഷെ കൂടെ ഓടിയപ്പോ 20 പേരുണ്ടായിരുന്നു. തലേദിവസം പുള്ളി കൂട്ടിയ ഗ്യാങ് ആണ്. ഒറ്റ രാത്രി കൊണ്ട് പുള്ളി ഉണ്ടാക്കിയെടുത്ത ഗ്യാങ് ആണ്. ഒറ്റയ്ക്ക് വന്നവനാണ്, പക്ഷെ പിറ്റേ ദിവസം അവൻ ഭയങ്കര ഷാർപ്പാണ്. കാരണം തലേദിവസം അടിച്ച് ഫിറ്റ് ആയിക്കുമ്പോഴാണ് പറയുന്നത് രാവിലെ എനിക്ക് എഴുന്നേറ്റ് ചെട്ടിപ്പുറത്ത് ഓടണമെന്ന്. കറക്റ്റ് എഴുന്നേറ്റ് അജേഷോട് അലാം വെച്ച് എഴുന്നേറ്റ് ഓടാൻ വേണ്ടി പോയി. അത്രയും ക്ലാരിറ്റി ഉള്ള ഒരാളാണ് അജേഷ്. അത് പറഞ്ഞ വാക്ക് ഉറപ്പായിട്ട് ജെട്ടിപ്പുറത്തിലേക്ക് ജെട്ടി ഇല്ലാതെ അജേഷ് ഓടും. പടത്തിലതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി ഇപ്പൊ ഭയങ്കര നടക്കുകയാണ്. കാരണം ഈ പൊതുവേദികളില് മന്ത്രിമാര് പോലും ഇപ്പൊ ആരും വേദികൾ കൈ കൊടുക്കാറില്ല, പേടിച്ചിട്ട്. അപ്പൊ അത് ഇപ്പൊ ഒഫീഷ്യലായിട്ട് നിർത്താൻ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതൊരു സാമൂഹിക വിപത്തായി മാറിയിരിക്കുകയാണെന്നാണ്. അന്ത്യൊന്നും ഉണ്ടാവില്ല. നിങ്ങളത് നിർത്തിയാൽ ഇനിയിപ്പോ ചിലപ്പോ അന്ത്യം ഉണ്ടാവില്ല. അല്ലാതെ പണ്ടൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ആരും കാണുന്നില്ല, നിങ്ങളിത് ഷൂട്ട് ചെയ്ത് പുറത്തോളൂ. വ്യത്യാസം അത് പൊക്കാൻ പോകുന്നില്ല. അത് തീരൂല. അല്ലെങ്കിൽ നമുക്ക് വല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അല്ല, ഇപ്പൊ ശിവൻകുട്ടി മന്ത്രിയാണെങ്കിലും അവര് വിളിച്ചായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോണ്ടാക്ട് മന്ത്രി വിളിച്ചിട്ട് അതായത് നമുക്ക് അതിനെ കുറിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു ബില്ല് പാസ്സാക്കിയാലോ? അതാണ് അതിന്റെ ഒരു അത് ആരെയും ഉപദ്രവിക്കുന്നില്ല, ആർക്കും ഒരു ഉപദ്രവമില്ല. ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ആരാണെന്നൊന്നുമില്ല, എല്ലാവരും അതിന്റെ ഭാഗമാവുന്ന, എല്ലാവരും അതിന്റെ അകത്ത് എൻജോയ്മെന്റ് കണ്ടെത്തുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അല്ല, അങ്ങനെ ഇപ്പൊ ഇതുപോലെ ക്യാമറ ആയിട്ട് ഇങ്ങനെ ഇവിടെ ക്യാമറ നെഞ്ചത്ത് വെച്ചിട്ട് കൈ നീട്ടിട്ട് വരും, ചേട്ടാ ഷെയ്ക്കാൻ വരും. ഇപ്പൊ തന്നെ എന്ത് വിശ്വസിച്ചാൽ തരിപ്പ് നീ വലിച്ച അങ്ങനെയൊക്കെ. പക്ഷെ ഓക്കെയാണ്. കഴിഞ്ഞ ദിവസവും കൂടെ ഒഴിച്ചേ ഉള്ളൂ. അത് ആ സിനിമയായിട്ട് വരുമ്പോ പറയാം. പക്ഷെ നല്ല സിനിമയായിരിക്കും തോന്നുന്നു. കോമഡി സിനിമയാണ്, അത് വേറെ രീതിയിലുള്ളൊരു സിനിമയാണ്. പെൺമാൻ പോലത്തെ ഒരു സിനിമയേ അല്ല. അതിന്റെ കളറൊക്കെ വേറെയാണ്. അത് വേറെ രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നു തന്നെയാണ് തോന്നുന്നത്. പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള പക്ഷെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആണ്. അത് ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ് ആ സ്ഥലത്തിന്റെ ടൂറിസത്തിന്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അവിടെ ടൂറിസത്തിനായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും 2 പ്രാവശ്യം മൺട്രോത്തുരുത്തിൽ 2 തവണയായിട്ട് ഫാമിലി ആയിട്ടും സുഹൃത്തുക്കളുടെയും കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് 2-3 ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത് എന്ന് പറയുന്നത്. ഈ പറയുന്ന ആ വില്ലേജ് ടൂറിസവും രാവിലെ ഏർലി മോർണിംഗ്, നട്ടപ്ര വെയിലത്ത് പോയി നടന്നിട്ട് കാര്യമില്ല. നല്ല ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നല്ല സൺസെറ്റ് സമയത്ത് ആ മൺട്രോത്തുരുത്തിലെ ഐലൻഡിൽ ആ വെള്ളത്തിലൂടെ ഗ്രാമത്തിന്റെ ഇടയിലൂടെ ഒരു വഞ്ചി തുറഞ്ഞ് പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലോകത്തെ എവിടെയും ഏത് ടൂറിസ്റ്റും ഡെസ്റ്റിനേഷനിൽ, പ്രീമിയം ടൂറിസം ഡെസ്റ്റിനേഷനിലും കിട്ടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മൺട്രോത്തുരുത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം അത് ഞങ്ങൾക്ക് മനോഹരമാണ്. അപ്പം ആ സ്ഥലം
അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ആ ആളുകളുടെ ആ ഒരു സ്ട്രഗിൾ അത് ബെറ്റർ, ഐ മീൻ അത് ഇല്ലാതാവട്ടെ, ഇനിയും നന്നായിട്ട് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിപ്പോൾ പ്രകൃതിയുടെ കയ്യിലാണ്, നമുക്കത് അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ എന്നാൽ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ്, അവിടുത്തെ ആൾക്കാരും അത്രയും മനോഹരമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് ആലോചിക്കാവുന്നതാണ്. അവിടുത്തെ ആൾക്കാരെ പറ്റി പറയുമ്പോൾ മരിയാനോടെ വീട് ഷൂട്ട് ചെയ്ത ആ വീട് ഒറിജിനൽ വീടാണ്. അപ്പൊ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ആകെ ചെറിയ വീടാണ്. ആ വീട്ടിലുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി അത്രയും സഹകരിച്ചു എന്നുള്ളതാണ്. ആകെപ്പാടെ 2 റൂമേ ഉള്ളൂ. അതിന്റെ ഇടയിൽ നമ്മൾ ഷൂട്ടായിരുന്നു രാവിലെയും രാത്രിയൊക്കെ. അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് കിടന്നുറങ്ങിയത് നമ്മളെ വീട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ. ഫുൾ വീട്ടിൽ എല്ലാവരും അല്ലെ അത്രത്തോളം അവരെ നമ്മുടെ അടുത്ത് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കൊല്ലത്തിന്റെ വേലിയേറ്റ പ്രശ്നം ചെറിയ രീതിയിലൊന്ന് അഡ്രസ് ചെയ്യുന്നുണ്ട് സിനിമയിലുള്ളത്. ഇപ്പം ആവേശം കഴിഞ്ഞിട്ട് നേരിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പം അമ്പാൻ എന്നൊരു ക്യാരക്ടർ ശരിക്കും ആൾക്കാരുടെ മനസ്സിനുള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ എത്രത്തോളം വെല്ലുവിളി ഉണ്ടായിരുന്നു? കാരണം ഷെയ്ഡ് വരരുത്, അല്ലെങ്കിൽ ആൾക്കാർ ഇത് കണ്ടിട്ട് നിങ്ങൾ അമ്പാന്റെ വന്നിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നത്. അപ്പൊ എത്രത്തോളം വെല്ലുവിളിയായിരുന്നു ഈ ഒരു ക്യാരക്ടറിന്? എനിക്ക് അതിലേക്കാളും കൂടുതൽ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുക്ക് വായിച്ച ആൾക്കാർക്ക് സിനിമ കാണുമ്പോൾ വായിച്ചതിൻ്റെ അത്ര അല്ലെങ്കിൽ ഇത് ഇപ്പം കറക്റ്റ് ആയില്ല അങ്ങനെയൊക്കെ ഒരു ഇത് പെർഫോമൻസ് അത് വായിച്ചത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിലല്ല വായിച്ചേക്കുന്നത്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടീമിന്റെ പെർസ്പെക്റ്റീവ് ആയിരിക്കും ഇത് കാണാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആവേശത്തിലൊരു ഹ്യൂമർ കോമിക് ക്യാരക്ടറാണ് എല്ലാവരും മനസ്സിലത് കയറി. ഞാൻ ആ പടം ഷൂട്ട് കഴിഞ്ഞിട്ടാണ് വന്ന് റിലീസായിട്ടില്ല. അപ്പം നേരെ ഇവിടെ വരുമ്പോൾ ആർക്കും അറിയില്ല ഞാൻ അങ്ങനെ അതിലെന്താ ചെയ്തിരിക്കുന്നത്. എനിക്ക് മാത്രമേ അറിയുള്ളൂ ആവേശത്തിലെന്ന് ചെയ്യാൻ അമ്പാന്റെ ക്യാരക്ടർ എങ്ങനെ ചെയ്തതെന്നുള്ളത്. ഇവിടെ വന്ന് മരിയാന ഓൾറെഡി ഞാൻ കഥ പറയുമ്പോൾ തൊട്ട് നമുക്കറിയാതെ എങ്ങനെയാണ്. പിന്നെ നോവൽ വായിച്ചപ്പോഴും അതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി കുറച്ച് വണ്ണം വെച്ച് അതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ തുഴയാൻ പഠിക്കാൻ പോയി. ഞാൻ ഷൂട്ട് തുടങ്ങുന്നതിനൊരു 10 ദിവസം മുന്നേ ലിജോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി. ഞാൻ രാവിലെ ഇതുപോലെ 5:30 ആകുമ്പോഴേക്കും അഷ്ടമുടി കായലിൽ 2 ചേട്ടന്മാരുണ്ടാവും. വലിയ വള്ളം, പല രീതിയിലുള്ള ചെറിയ വള്ളം, വലിയ വള്ളം എല്ലാം തുഴയാൻ പഠിച്ച് പ്രോപ്പറായിട്ട് തുഴഞ്ഞിട്ട് തന്നെയാണ് ഓരോ ഷോട്ടിലും ചെയ്തേക്കുന്നത്. അതുപോലെ അങ്ങനെ കെട്ടി വലിക്കുന്ന അങ്ങനെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഒരു മിനിമലായിട്ടുള്ള കൊല്ലം സ്ലാങ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നീട് ഇനി അടുത്ത സിനിമകളിലാണെങ്കിൽ അതൊക്കെ പരിഹരിക്കും. അപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം. അതായിരുന്നു ഉറപ്പായിട്ടും. ഞാൻ ആക്ച്വലി ബേസിലുണ്ട് 2ാമത്തെ സിനിമയിൽ ജാനമല്ലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും ഞാൻ അജേഷ് പി ആയിട്ട് കണ്ടിട്ടുള്ളൂ, ബേസിലായിട്ട് കണ്ടിട്ടില്ല. അവിടെയാണെങ്കിൽ രംഗേനെയാണ് കണ്ടിട്ടുള്ളൂ, ഫഹദിനെ കണ്ടിട്ടില്ല ആക്ഷൻ പറയുമ്പോൾ. അത്രയും വ്യത്യാസമുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ ആക്ഷൻ പറയുമ്പോൾ അജേഷ് പി ബേസിലില്ല. എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ആഗ്രഹമുണ്ട് പുള്ളിയുടെ വിളിച്ച്. അത് ഒന്നും ഇതിനെപ്പറ്റി പറയാറായിട്ടില്ല. വരുന്ന ആളുകൾ, വേണ്ടപ്പെട്ട ആളുകൾ പറയും എന്ന് വിചാരിക്കുന്നു. ടിച്ചേട്ടനാണെങ്കിലും അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും അവരത് കറക്റ്റായിട്ട് പറയും. ഞാനിപ്പോ അത് പറഞ്ഞത് ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവരെന്തായാലും അറിയിക്കും. എന്തായാലും അതെന്തായാലും അതിന്റെയൊക്കെ ഒരു ക്ലാരിറ്റി ആ സിനിമ ഉണ്ടാവോ, ആ സിനിമ ഇതാണോ എന്നുള്ളതൊക്കെ ഉടനെ തന്നെ അറിയോ. ചേട്ടനെന്താ തോന്നിയിട്ടില്ല? പെൺകുട്ടികൾക്ക് നമ്മളാരും, പെൺകുട്ടികളൊന്നും ആരും എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ സ്വർണ്ണം ഇട്ട് നടക്കുന്നതാണ് ഞങ്ങളെ കാണാൻ ഭംഗിന്ന് ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിക്കത് അറിയില്ല. പെൺകുട്ടികൾക്ക് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും സ്ത്രീകൾക്ക്? ലിജമോൾ 60s ലെയും 70s ലെയും ഒത്തിരി സ്ത്രീകൾ സ്ത്രീധനത്തിന് വേണ്ടി
കല്യാണം കഴിക്കാൻ പറ്റുന്നത് അവർ ഈ സിനിമ കാണുമ്പോൾ അവർക്ക് 100% പേരായി. കാരണം ലിജോ മോളുടെ ഒരു ക്യാരക്ടർ ഇറങ്ങി പോവാൻ കാണിച്ചൊരു മനസ്സിൽ അന്ന് അവർക്ക് തോന്നിയില്ല എന്നത്. അന്ന് അങ്ങനെ ഒരു കൾച്ചറല്ല, നമ്മുടെ ഒരു വിഭാഗം അങ്ങനെയല്ലേ ജനങ്ങൾ ചിന്തിക്കുന്നത്. അവർക്കത് പെയിനായിരിക്കും. അങ്ങനെയുള്ളൊരു ജനത അവർ ചിലപ്പോൾ തിയേറ്ററിൽ സിനിമ കാണുമ്പോഴായിരിക്കും, ടെലിവിഷനിലായിരിക്കും കാണുമ്പോൾ അവർ ഈ സിനിമ കാണുമ്പോൾ ഒരു പെയിൻ ഉണ്ടാകും. അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അന്നവർക്ക് അങ്ങനെ ഒരു ധൈര്യം കാണിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ. ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിനോടെ പറയാൻ പറ്റുള്ളൂ. കാരണം അവരുടേത് ഇപ്പൊ അവരുടെ ലൈഫ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിനോട് പറയാനുള്ളത് നിങ്ങൾ തീരുമാനം എടുക്കുക. ഇത് ആദ്യം വ്യക്തികളാണ് തീരുമാനം എടുക്കേണ്ടത് ഇങ്ങനെ ഒരു കാര്യത്തിൽ, ഈ ഒരു വിഷയത്തിൽ. പിന്നെ അത് കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളും പിന്നീട് അത് കുടുംബങ്ങളിലുമാണ് ആ തീരുമാനം ഉണ്ടാവേണ്ടത്. അപ്പൊ അത് ആലോചിച്ച് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഈ ഒരു സിനിമ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചത് കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ട് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും മാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു മാറ്റവും ഒരിടത്തും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ സിനിമകളൊക്കെയും ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ സിനിമകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നതൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഈ സിനിമ കൊണ്ടോന്നല്ല, ചുറ്റും നമ്മൾ ദിവസവും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ആളുകൾ അവനവൻ സ്വയം ആലോചിച്ച് അതിലൊരു ബുദ്ധിപരമായ അല്ലെങ്കിൽ അവനവന് ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ എല്ലാവരോടും. അവരെ ജീവിതത്തില് ആ സ്ത്രീകളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആ സ്ത്രീകൾ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ അവരതുമായിട്ട് സിങ്കായി അതുമായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പൊ അവർക്ക് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തെന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഭാവി അവരുടെ മക്കളോ അല്ലെ അവരുടെ ഏതാ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ക്വസ്റ്റ്യൻ മാറി, സോറി, സോറി. ലിജോമോൾ അതായത് ഇപ്പൊ സൊസൈറ്റിയിൽ ഒരുപാട് ക്രൈമുകൾ സൊസൈറ്റിയിൽ ഒരുപാട് ക്രൈമുകൾ ഇറങ്ങിയ സമയത്ത് എല്ലാവരും തന്നെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ് കൊടുത്തിരുന്നത്. എല്ലാ തരത്തിലും ഫേസ്ബുക്കിൽ നോക്കിയാലും ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റെതായ ഡെപ്ത് അനുസരിച്ച് എഴുത്തുകൾ വരുന്നുണ്ട്, എല്ലാ തരത്തിലും പോസിറ്റീവ് വരുന്നത്. പക്ഷെ ഒരു കാർ നിരൂപകൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമാണ് ഞാൻ എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ ആ ഒരു നെഗറ്റീവ് കണ്ടിട്ടുള്ളൂ. ഈ സിനിമാ നിരൂപകർ എന്ന് പറയുന്ന ഈ ഇത്തരം യൂട്യൂബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഇവർ സിനിമാ നിരൂപണമാണോ ചെയ്യുന്നത്, അതോ അവരുടെ ഏണിങ്സിന് വേണ്ടിയിട്ടാണോ അവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ എന്താണ് ഇതിന് എങ്ങനെയാണ്? എനിക്കൊന്നും പറയില്ല, അവർക്ക് പറഞ്ഞത് കണക്ട് ആവാത്തോണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. ബാക്കിയുള്ള റിവ്യൂസ് ഒക്കെ അത്യാവശ്യം പോസിറ്റീവാണ്. മൗത്ത് പബ്ലിസിറ്റി ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നു. നല്ല സിനിമയാണെങ്കിൽ ആളുകൾ പോയി കാണുന്നുള്ളത് തന്നെയാണ്. ഞാൻ പടം കാണുന്നത് ഇപ്പോൾ ഒരു പടം ഇറങ്ങി കഴിഞ്ഞ് ഞാൻ റിവ്യൂ ഒന്നും കണ്ടിട്ടല്ല. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കും ജെനുവിനായിട്ട്, അവിടെ പടം വരുന്നുണ്ടല്ലേ അവർ ഒരു എളിയ നല്ല പടമാണ് അല്ലെങ്കിൽ ഒരു ആവറേജ് കാണാനൊന്നും എളിയ OTT കണ്ടാൽ അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണുമ്പോൾ അങ്ങനെ പോയി കാണും. ഞാൻ അങ്ങനെയാണ് കറക്റ്റായിട്ട് നോക്കുന്നത്. അങ്ങനെ തന്നെയാണ് ജെനുവിൻ ഓഡിയൻസും അങ്ങനെയാണ് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ യൂട്യൂബറിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ സിനിമ കണക്ട് ആയിട്ടുണ്ടാവില്ല. അവർ ചിലപ്പോൾ ഒരു മലബാർ ഏരിയ ഇങ്ങനത്തെ ഒരു സിസ്റ്റം മനസ്സിലാക്കാത്ത ഒരാളായിരിക്കും, ഒരു കൊല്ലത്തിന്റെ കൾച്ചർ അറിയാത്ത ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ അവര് ദൗർയം മേടിച്ചിട്ടായിരിക്കും കല്യാണം കഴിച്ചേക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ കൊണ്ടിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോൾ കണക്ട് ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ആര് എങ്ങനെ രീതിയിൽ സിനിമയെ മോശമായിട്ട് പറഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ കാണും. അത്ര എനിക്ക് പറയാനുള്ളൂ. ദീപക്കിന് എന്താ തോന്നുന്നത്? ദീപക്ക് ഇതേപോലെ നിരൂപകനെ പറഞ്ഞപ്പോ അശ്വിൻ തോക്കിനെതിരെ സംസാരിച്ചപ്പോൾ ഇത്തരം ഒരു ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞത് സിനിമ ഇറങ്ങിയത് എല്ലാവർക്കും അവനവൻ ചെയ്ത കാര്യം ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിരിക്കും. പുള്ളി ചെയ്ത പുള്ളിയുടെ വീഡിയോ പുള്ളിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവാം. അപ്പം അഭിപ്രായങ്ങൾ പറയുന്നതിന് പ്രശ്നമൊന്നും ഞാൻ അന്നും പറഞ്ഞിട്ടില്ല, ഇന്നും പറഞ്ഞിട്ടില്ല. പടം കണ്ടിട്ട് പിന്നെ ഒരുപാട് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുമ്പം ചെറിയ സിനിമകൾ ചിലപ്പം രക്ഷപ്പെടാതെ പോകും, അല്ലെങ്കിൽ ആൾക്കാരെ കാണാതെ പോകും. ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സിനിമ കണക്ട് ആവണമെന്നില്ല, കണക്ട് ആവുന്ന ആൾക്കാരും ഉണ്ടാവും. പിന്നെ തിയേറ്ററിൽ കാണാതെ OTT കണ്ടിട്ട് നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. അത് അവരവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സിനിമാ നിരൂപണം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു സങ്കല്പം അതൊന്നും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും അവരവരുടെ ചാനലുണ്ട്, അവരവർക്കുള്ള അഭിപ്രായം. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളടുത്ത സുഹൃത്തിനെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ടാ പടം, കാണാൻ കൊള്ളാമോ,
ഇല്ല ഇങ്ങനെയുണ്ട്. അത് അവന്റെ ഒരു അഭിപ്രായം കേൾക്കുന്ന പോലെ ഇപ്പൊ ആൾക്കാർ ചിലപ്പം യൂട്യൂബിലുള്ള വീഡിയോ കണ്ടിട്ട് സിനിമ കാണുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ ചില ആൾക്കാർ ചിലപ്പോൾ സിനിമ ഡയറക്റ്റ് എന്ത് സിനിമയാണെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടിട്ട് കാണണം എന്ന് ഉള്ളിൽ ആഗ്രഹിച്ച് ട്രെയിലർ പോലും കാണാതെ സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ അതൊരു ഇതിന്റെ ഭാഗമായിട്ട് അങ്ങനെ കൂടെ കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. സിനിമകൾ നല്ല സിനിമകളാണെങ്കിൽ തീർച്ചയായും ആൾക്കാർ കാണും, വിജയിക്കും, ചർച്ച ചെയ്യപ്പെടും. ഉറപ്പായിട്ടും നമ്മുടെ സിനിമയെ അതുപോലെ സംഭവിക്കുന്നുണ്ട്, ഹിറ്റടിക്കുകയും ചെയ്യും. പിന്നെ ഇതൊക്കെ അറിയാതെ സംഭവിക്കുന്ന പിന്നെ ഹിറ്റാക്കാൻ ഞാൻ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്നുണ്ട്. അടുത്ത 2-3 പടത്തിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് നോക്കട്ടെ. ഇല്ല, അങ്ങനെ സംഭവിക്കുന്നതല്ല. കാരണം ഒന്നാമത് ഇപ്പൊ ഈ സിനിമ ഞാൻ ശരിക്കും അങ്ങോട്ട് ചോദിച്ച് അഭിനയിച്ച സിനിമയാണ്. ഈ സിനിമ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കല്യാണ സമയത്ത് കുറച്ച് സാമ്പത്തിക പ്രശ്നം, അതായത് ഈ മറ്റേ സ്വർണം വായിക്കാനും പരിപാടിയൊന്നുമല്ല, കല്യാണ ചെലവിലുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ എന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സിനിമ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം വൈശാഖ് എന്ന് പറഞ്ഞൊരു സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അറിയാം. അപ്പൊ അവനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഇങ്ങനെ. അപ്പം ജോയിച്ചേട്ടന്റെ പടം ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ജോയിച്ചേട്ടനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ എത്തിയത്. അതിന്റെ സ്ക്രിപ്റ്റ്, അതായത് ഞാൻ 4-5 ചെറുപ്പക്കാർ വായിച്ചിട്ടില്ല. നമ്മുടെ ആവശ്യം ചിലപ്പോൾ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കും. ഇപ്പം സൂക്ഷ്മദർശിനിയാണെങ്കിലും അതുപോലെ വന്നതാണ്. ഇപ്പൊ MC ജിതിനായിട്ട് ഞാൻ മുന്നേ പരിചയമുള്ളതാണ്. അപ്പൊ അങ്ങനെ എത്തിച്ചേർന്ന സിനിമകളാണ്. എല്ലാ സിനിമകളും നന്നാവണമെന്നുള്ള സാഹചര്യത്തിനനുസരിച്ച് മാറി വരും. ഇനി പക്ഷെ എല്ലാം ഹിറ്റ് ആയിരിക്കും. നേരെ